ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ലണ്ടൻ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 2 വീഡിയോയും എല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടേക്കും കേട്ടോ. സോ അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ കാണാൻ വന്ന സ്ഥലങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ ഇങ്ങനെ കവർ ചെയ്തു. ഇന്ന് നമുക്ക് തിരിച്ചു പോകേണ്ട ദിവസമാണ്. വൈകുന്നേരം 5 മണിക്ക് നമുക്ക് വിക്ടോറിയ എന്ന ബസ്സുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കസിൻ ഇവിടെ ഉണ്ട്, അവനെ കാണാൻ പോവുകയാണ്. അപ്പം അവനെ പോയി കണ്ടിട്ട് നമ്മൾ ടവർ ബ്രിഡ്ജിൽ ഒന്ന് പോകും. കാരണം നമുക്ക് ഇന്നലെ നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ നൈറ്റ് വ്യൂ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ എനിക്ക് ഡേ ലൈറ്റിലൊന്ന് കാണണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ നിന്ന് പോകണം. പിന്നെ സമയം കിട്ടി നമ്മൾ വേറെ ഏതെങ്കിലും അടുത്തൊരു സ്ഥലത്ത് കോവന്റ് ഗാർഡനിൽ അവിടെ എല്ലാം പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥലമാണ്, നമുക്ക് പോകാൻ പറ്റിയില്ല. സോ അപ്പം ഇന്നത്തെ കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നും ഇല്ല ഇന്ന്. വെച്ചാൽ നമുക്ക് ബസ് മിസ്സാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെന്തായാലും ബസ് പിടിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മുടെ ലണ്ടൻ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. എൻ്റെ മുഖമൊക്കെ കണ്ടറിയാം, നല്ല മാക്ക ഉറങ്ങി എഴുന്നേറ്റത്. ഗൈസ്, നമ്മൾ താമസിച്ച റൂമിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഞാൻ ലാസ്റ്റ് ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ വന്ന ദിവസം തന്നെ എല്ലാ സാധനങ്ങളൊക്കെ നിരത്തി മൊത്തം നാശമാക്കിയത്. അപ്പം ഇതാണ് ഞാൻ താമസിച്ച റൂം കേട്ടോ. പക്ഷെ നല്ലൊരു റൂമായിരുന്നു. ഇത് വന്നിട്ട് ഒരു ബെഡ്, പിന്നെ ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ വന്നിട്ട് നല്ലൊരു മിറർ, പിന്നെ എന്താ ഇതൊരു സ്റ്റോറേജ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ ജാക്കറ്റ്സ് ഇടുവോ നമ്മുടെ പെട്ടി സാധനങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ എക്സ്ട്രാ പിന്നെയും ചെരുപ്പുണ്ട്, എന്തിനാന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇതൊരു ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് കേട്ടോ. ഇവിടെ സിംഗിൾ റൂം ഒന്നും അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് റൂം കിട്ടിയത്. ഗൈസ്, നമ്മുടെ അക്കോമഡേഷൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇന്ന് നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്, ട്രെയിനല്ല. ഇവിടുന്ന് ബസ്സിന് പോകാനുള്ള ദൂരമുള്ളൂ. ആക്ച്വലി ഇവിടുന്ന് നമുക്ക് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ബസ്സിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ആകെ ഒരു തവണ ബസ്സിന് കയറിയുള്ളൂ, അതും ഒരു ഷോർട്ട് ടൈമിന്. അപ്പോൾ ഇവിടെ നമുക്ക് ബസ് സ്റ്റോപ്പിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ ബസ് അവിടെ നിർത്തുന്നതെന്നുള്ളത്. പ്രത്യേകിച്ച് നൈറ്റ് ബസ് വരെ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. N15 എന്ന് പറയുന്നത് നൈറ്റ് ബസ്സാണ്. ഗൈസ്, ഞാൻ അവനെ കാണാൻ പോവാണ്. ഞാൻ കസിൻ എന്ന് പറഞ്ഞായിരുന്നു, അവൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അവൻ്റെ പേര് കുക്കു. ഞങ്ങൾ അവനെ അങ്ങനെ വിളിക്കുന്നത്. അപ്പം അവനും UK വന്നിട്ട് 3 വർഷമായി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ നേരിട്ട് ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ല, നാട്ടിൽ വെച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം 3 വർഷം കൂടിയാണ് ഞാൻ അവനെ കാണാൻ പോകുന്നത്. ആശാൻ ഇതുവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ നമുക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കാം. ആദ്യത്തെ പ്ലാൻ തന്നെ ചെറുതായിട്ടൊന്ന് മൂഞ്ചിപ്പോയിട്ടുണ്ട്. അവൻ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് പിന്നെ അവനെ റെഡിയാക്കി കുത്തിപ്പൊക്കി എഴുതിച്ചുകൊണ്ട് വന്നിട്ടുള്ള വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ അവനെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. വെറുതെ എന്തിനാ എൻ്റെ തടി കേടാകുന്നത് കരുതി ഞാൻ പിന്നെ ബലം പിടിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. അപ്പോൾ അതെ, ഇവിടെ എവിടെയെങ്കിലൊക്കെ അവനുണ്ട്. അതെ, ആ ഫ്രണ്ടിൽ പോകുന്ന കക്ഷിയാട്ടോ ഞാൻ പറഞ്ഞാൽ. ഓവർ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ് സംഭവം? അതല്ല, ഓരോ പേരാ. ആണോ? ഇത് അത്യാവശ്യം നല്ല തിരക്ക് ബിസിയായിട്ടുള്ള സ്ഥലമാണ് അല്ലേ സ്റ്റാൻഫോർഡ്. ആണോ? ഓറഞ്ച് ഇല്ലാതെ ഞാൻ 3 വീഡിയോയാണ് ഇതിൽ നിന്നും. നിന്നെ ഓൾറെഡി എനിക്ക് കിട്ടിയടാ, നീ ഓൾറെഡി എങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ ദിവസം എഴുന്നേറ്റിട്ട് ഞങ്ങളൊരു കുന്തം കഴിച്ചിട്ടില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്റ്റാറ്റ്ഫോർഡിലുള്ള അൽസായത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്നു കേട്ടോ. ഇവിടെ നിന്ന് എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ അതിനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. കാണാത്തവരൊക്കെ പോയി കണ്ടിട്ട് പോരാ കേട്ടോ. ഗൈസ്, നമ്മൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തി.
ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് ഇവിടുന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അവൻ നമ്മുടെ അടുത്ത് നിന്ന് സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ടിക്കറ്റ് നാളത്തേന് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് വെസ്റ്റ് ഹാമിലാണ് വന്നേക്കുന്നത്, സ്ട്രാറ്റ്ഫോർഡ് വെസ്റ്റ് ഹാമിലാണ് വന്നേക്കുന്നത്. ലൈറ്റ് കടയാണോ? കടയാണെന്ന് തോന്നുന്നു. റെസ്റ്റോറന്റ് ആണോ ഇത്? അയ്യോ, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വെസ്റ്റ് ഹാം സ്റ്റേഡിയം ആട്ടോ. അത് കയറാൻ പറ്റത്തൊന്നും ഇല്ലെന്നാ തോന്നേ. എന്നാലും പുറത്തു നിന്നിട്ടുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാമേ. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ കവൻ ഗാർഡനിലേക്കാട്ടോ. എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമായിരിക്കും. അപ്പം നമ്മൾ ഇവിടുന്ന് പിക്കാഡിലി ലൈൻ പിടിച്ചിട്ടാട്ടോ പോകുന്നത്. ഇവിടുത്തെ എസ്കലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു വമ്പൻ അത്ഭുതമാട്ടോ. എനിക്കിതൊരു അത്ഭുതമായിട്ടോ തോന്നുന്നത്. നിങ്ങൾ ചിലർക്കെങ്കിലുമൊക്കെ ഇതൊരു അത്ഭുതമായിരിക്കും. ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്കും പോകുന്നത്. ഇതിൻ്റെ പുറം തന്നെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തേക്കുവാണേ. നല്ല രസമുണ്ട്. മ്യൂസിയം. ഞാനിവിടെ നിന്ന് അത് തോന്നുന്നു മ്യൂസിയം. ഈ ഏരിയയിൽ ഇത്രയും നേരം നടന്നിട്ട് എന്നെ മാടി വിളിച്ചത് ഇവരായിരുന്നു കേട്ടോ. അടിപൊളി കുറേ ജുവൽസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. എന്നാൽ വലിയ വിലയൊന്നുമില്ല കേട്ടോ ഈ കാണുന്നതിനൊന്നും. No matter where we're from.
Where are you from? Saudi. Where are you from? India. How many people from India? We have the entire community. So why don't we do an Indian song for a change? Are you ready for the Indian song? All the Indian people, raise your hands. You're taking off. Are you gonna give us a bit of it? All right, let's see. Come on. Oh, we got the proper. Can we have all those two guys here? London, it's all about mixing cultures together. So let's see what happens here. Everybody clap your hands. Everybody clap your hands. All right, let's sing along now. Are you ready? Today's gonna be the day that they're gonna go back to you. Right now, she was showing how your life's gonna gotta do. I don't believe. ഗൈസ് ഇന്നത്തെ ദിവസം ഏകദേശം തീരാറായി. നമ്മൾ ഉദ്ദേശിച്ച പോലെ ലണ്ടൻ ബ്രിഡ്ജിൽ പോയില്ല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ല, നമ്മുടെ പ്ലാൻ ഒന്ന് മാറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ കവൻറ്റ് ഗാർഡനിലൊക്കെ പോയി കണ്ടു. വീഡിയോ ഞാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പണ്ട് ലെസ്റ്ററിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അവൻ്റെ അടുത്ത് വരെ പോവുകയാണ്. അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നാളെ രാവിലെ ആയിരിക്കും തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.